ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അപ്പം ന്യൂ ഇയറിന്റെ ഒരു 19 ദിവസങ്ങൾ കഴിഞ്ഞ് ഇന്ന് 19ാമത്തെ ദിവസത്തിലേക്ക് എത്തി നിൽക്കുകയാണ് നമ്മൾ. അപ്പം നമുക്കറിയാം, നമ്മുടെ പ്ലസ് 2 എക്സാം എന്ന് പറയുന്നത് ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു എക്സാം തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ സൈലം നിങ്ങൾക്ക് വേണ്ടി എൻഡ് ഗെയിം ബാച്ച് തുടങ്ങിയ വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. എൻഡ് ഗെയിം ബാച്ചിൽ ഇപ്പോൾ തകൃതിയായിട്ട് ക്ലാസ്സുകളൊക്കെ നടക്കുകയാണ്. ക്ലാസ്സുകൾ കഴിയുന്നു, അതിന്റെ എക്സാം നടത്തുന്നു, വീണ്ടും ക്ലാസ്, അതിന്റെ എക്സാം ഒക്കെ നടക്കുകയാണ്. മോഡൽ എക്സാം, ഇൻസ്റ്റൽ മെറ്റീരിയൽസ് ആയിട്ട് ഒരു വിഭവ സമൃദ്ധമായിട്ടുള്ള ഒരു ബാച്ചാണ് എൻഡ് ഗെയിം ബാച്ച്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു വേഗം തന്നെ ജോയിൻ ചെയ്യണം. ഇനി നമുക്ക് സമയമില്ല കേട്ടോ. അപ്പം മിസ് എന്നീ വീഡിയോയിൽ വന്നിട്ടുള്ളത് കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല. നമ്മുടെ മാക്രോ എക്കണോമിക്സിലെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഓപ്പൺ എക്കോണമി മാക്രോ എക്കണോമിക്സ് നിങ്ങൾക്ക് അറിയാവുന്നൊരു ചാപ്റ്റർ ആണ്. ഒരുപാട് കുട്ടികൾക്ക് ടഫ് എന്ന് പറയുന്നുണ്ട്, പക്ഷേ ഒരുപാട് കുട്ടികൾക്ക് അത് ഈസി ആണെന്ന് പറയുന്നുണ്ട്. സോ യെസ്, ഇത് ഈസി ആണോ ടഫ് ആണോ തീരുമാനിക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത്. ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കൺസെപ്റ്റ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേരെന്ന് പറയുന്നത് ഓപ്പൺ എക്കോണമി മാക്രോ എക്കണോമിക്സ്. മലയാളത്തിൽ അതിനെ തുറന്ന സമ്പദ് വ്യവസ്ഥ, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയും. മലയാളം കുട്ടികൾക്ക് വേണ്ടിയിട്ട് മലയാളം മീഡിയം നോട്ട്സ് അല്ലെങ്കിൽ മലയാളത്തിൽ നോട്ട്സ് മിസ് പ്രിപ്പയർ ചെയ്ത് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ യെസ്, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. മിസ് പറഞ്ഞു നമ്മൾ ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ കമ്പോണൻസ് ആണ് പഠിക്കാൻ വേണ്ടി പോകുന്നത് അല്ലെ. ബാലൻസ് ഓഫ് പേയ്മെന്റ് നമ്മൾ BOP എന്ന് വിളിക്കും അല്ലെ. BOPക്കകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. BOP പറ്റി പഠിക്കാൻ വേണ്ടി പോവാണ്. BOPയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്ന് പഠിക്കാൻ വേണ്ടി പോവാണ്. പക്ഷേ ബാലൻസ് ഓഫ് പേയ്മെന്റിലെ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ട് എന്ന് പഠിക്കുന്നതിന് മുന്നേ എന്താണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് നമ്മൾ പഠിക്കണം. അപ്പൊ നോക്കാം. ബാലൻസ് ഓഫ് പേയ്മെന്റ്, BOP, അടവ് ശിഷ്ടം എന്ന് മലയാളത്തിൽ പറയും. നമുക്ക് വായിക്കാം കേട്ടോ. ബാലൻസ് ഓഫ് പേയ്മെന്റ് ഈസ് എ സമ്മറി റെക്കോർഡ് ഓഫ് എ കൺട്രീസ് മോണിറ്ററി ട്രാൻസാക്ഷൻസ് വിത്ത് ദ റെസ്റ്റ് ഓഫ് ദി വേൾഡ് ഇൻ എ ഇയർ. ഒരു വർഷം ഒരു രാജ്യം മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് നടത്തുന്ന എല്ലാ വിധത്തിലുമുള്ള പണമിടപാടുകളെ കാണിക്കുന്ന ഒരു റെക്കോർഡിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഒരു രാജ്യം വിദേശ രാഷ്ട്രങ്ങളുമായി നടത്തിയ ഒരു വർഷത്തെ എല്ലാ സാമ്പത്തിക ഇടപാടുകളെയും പണമിടപാടുകളെയും സമഗ്ര രേഖയെന്നാണ് അടവശിഷ്ടം അല്ലെ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രാജ്യം, ഇപ്പൊ ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ ബാക്കി ഏത് ഫോറിൻ രാജ്യങ്ങളുമായിട്ട് എന്തൊക്കെ ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്, എക്കണോമിക്കലി എന്തൊക്കെ ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്, അതൊക്കെ നമ്മളെ രേഖപ്പെടുത്തുന്ന ഒരു സ്ഥലം, ഒരു റെക്കോർഡിനെയാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് അഥവാ അടവശിഷ്ടം എന്ന് പറയുന്നത്. അതിനകത്ത് ഇൻവിസിബിൾ ഐറ്റംസും ഉണ്ട്, വിസിബിൾ ഐറ്റംസും ഉണ്ട്. നോക്കിക്കേ, ദൃശ്യമായ ഇനങ്ങളുമുണ്ട്, അദൃശ്യമായ ഇനങ്ങളുമുണ്ട്. വിസിബിൾ എന്ന് പറഞ്ഞാൽ മക്കളെ ഗുഡ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഗുഡ്സ്? വിസിബിൾ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സ് ആണ്, സാധനങ്ങൾ. അതായത് നമുക്ക് കാണാൻ പറ്റുന്ന, നമുക്ക് തൊടാൻ പറ്റുന്ന സാധനങ്ങൾ, അത് ഗുഡ്സ് എന്ന് പറയുന്നത്. വിസിബിൾ ഐറ്റംസ്, ഗുഡ്സ്, കാണാൻ പറ്റുന്നത്. ഇൻവിസിബിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ട്രേഡ് അല്ലെങ്കിൽ ട്രേഡ് ഇൻ സർവീസുകളെയാണ് ഇൻവിസിബിൾ എന്ന് പറയുന്നത്. സോ ട്രേഡ് ഇൻ ഗുഡ്സ് വിസിബിൾ ഐറ്റംസ് ആണ്. ട്രേഡ് ഇൻ സർവീസ്, ഇപ്പൊ സർവീസ് എന്ന് പറയുമ്പോൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അല്ലെങ്കിൽ ബാങ്കിൽ ഓഫർ ചെയ്യുന്ന സർവീസ് എനിക്ക് ഫീൽ ചെയ്യാനേ പറ്റുള്ളൂ, എനിക്ക് ഇവിടെ ലഭിക്കുന്നതാണ്, എനിക്കത് കാണാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് ഇൻവിസിബിൾ എന്ന് പറയുന്നത്. സോ സർവീസുകൾ ഇൻവിസിബിൾ ആണെന്ന് മനസ്സിലാക്കി വെക്കുക, ഗുഡ്സ് എന്താണ്? വിസിബിൾ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. എങ്കിൽ ഇത് രണ്ടും എവിടെ ഉണ്ടടാ? ബാലൻസ് ഓഫ് പേയ്മെന്റിലുണ്ട്. സോ അടവശിഷ്ടം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ റെക്കോർഡ്, സമ്മറി റെക്കോർഡാണ്. എന്തിന്റെ സമ്മറി റെക്കോർഡാണ്? ഒരു രാജ്യത്ത് എന്തൊക്കെ മോണിറ്ററി ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ ഐറ്റം. ദൃശ്യമായ ഇനങ്ങളും അദൃശ്യമായ ഇനങ്ങളും എന്തിനകത്തുണ്ട്? ബാലൻസ് ഓഫ് പേയ്മെന്റിനകത്തുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി പച്ചവെള്ളം പോലെ പഠിച്ചിരിക്കണം. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്താണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറഞ്ഞു കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെന്റിനകത്ത് 2 അക്കൗണ്ടുകളാണ്. എന്താണ്? 2 അക്കൗണ്ടുകളാണ്. കറണ്ട് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും. കറണ്ട് അക്കൗണ്ടിനെ മലയാളത്തിലും കറണ്ട് അക്കൗണ്ടും തന്നെയാണ് വിളിക്കുന്നത്. ക്യാപിറ്റൽ അക്കൗണ്ടിനെ മൂലധന അക്കൗണ്ട് എന്നും വിളിക്കും. സോ ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്താണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം ബാലൻസ് ഓഫ് പേയ്മെന്റിനകത്ത് എത്ര അക്കൗണ്ടുകൾ ഉണ്ട്? 2 അക്കൗണ്ട്സ് ഉണ്ട്, 2 അക്കൗണ്ടുകൾ ഉണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും. നമുക്ക് എന്ത് ചെയ്യാം? കറണ്ട് അക്കൗണ്ടിനെ പറ്റി ആദ്യം പഠിക്കാം. കറണ്ട് അക്കൗണ്ട് ഇസ് എ റെക്കോർഡ് ഓഫ് ട്രേഡ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് ട്രാൻസ്ഫർ പേയ്മെന്റ്. കറണ്ട് അക്കൗണ്ടിൽ നമ്മൾ രേഖപ്പെടുത്തുന്നത് ആകെ 3 കാര്യങ്ങളേ ഉള്ളൂ. ഗുഡ്സിന്റെ ട്രേഡ്, സർവീസിന്റെ ട്രേഡ്, ട്രാൻസ്ഫർ പേയ്മെന്റ്. ഇത് മാത്രം ആലോചിച്ച് വെച്ചാൽ മതി. കറണ്ട് അക്കൗണ്ടിൽ സാധന സേവന വ്യാപാരവുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും മറ്റക്കെടുതികളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ പേയ്മെന്റുമാണ് കാണിക്കുന്നത്. സോ സാധനവും അതേപോലെ സേവനവുമായി ബന്ധപ്പെട്ട എല്ലാ വ്യാപാരം, അതായത് ഗുഡ്സും സർവീസുമായിട്ടുള്ള എന്ത് ഗുഡ്സ് നമ്മൾ ട്രേഡ് ചെയ്താല്, സർവീസ് ട്രേഡ് ചെയ്താല്, അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുത്താല്, വാങ്ങിയാലും ഇതൊക്കെ കാണിക്കുന്ന എവിടെയാ? കറണ്ട് അക്കൗണ്ടില്. ഇനി ട്രാൻസ്ഫർ പേയ്മെന്റ് കാണിക്കുന്ന എവിടെയാ? അതും കറണ്ട് അക്കൗണ്ടില്.
ഞാൻ ചോദിക്കട്ടെ, എന്താ ട്രാൻസ്ഫർ പേയ്മെന്റ്? വല്ല ഓർമ്മയുണ്ടോ? നാഷണൽ ലിങ്ക് അക്കൗണ്ട് ലിങ്ക് പഠിച്ചാണ്. എന്താ ട്രാൻസ്ഫർ പേയ്മെന്റ്? ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ വേ പേയ്മെന്റ് ആണ്. ബൈ ലാറ്ററൽ പേയ്മെന്റ് ആണോ? അല്ല, യൂണി ലാറ്ററൽ പേയ്മെന്റ് ആണ്. ബൈ ലാറ്ററൽ എന്താണ്? ഫാക്ടർ പേയ്മെന്റ്സ് ആണ്. സോ ഇതൊക്കെ നമ്മൾ എന്തിനാ പഠിക്കുന്നത്? ഇനിയുള്ള ചാപ്റ്ററുകളിലൊക്കെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഓരോ കൺസെപ്റ്റുകൾ പിന്നെയും പിന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. സോ ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ മക്കൾ മനസ്സിലാക്കി വെക്കുക, വൺ വേ പേയ്മെന്റ് ആണ്. അതായത് ഇപ്പൊ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചെനിക്ക് ആ പേയ്മെന്റ് ഇല്ല. ഇപ്പൊ ഞാൻ സാധനം വാങ്ങി തിരിച്ചു കൊടുക്കുന്ന ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് പറയാനില്ല. ട്രാൻസ്ഫർ പേയ്മെന്റ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഗിഫ്റ്റുകൾ പറയാം. നമുക്ക് എന്താ ഗിഫ്റ്റ് അല്ലെ? ഗിഫ്റ്റുകൾ പറയാം, നമുക്ക് ഗ്രാൻഡുകൾ പറയാം. ഇതൊക്കെ എന്താണ്? ട്രാൻസ്ഫർ പേയ്മെന്റ് ആണ്, മാറ്റക്കെടുതികളാണ്, വൺ വേ പേയ്മെന്റ് ആണ്. സോ നമ്മൾ പഠിച്ച ബാലൻസ് ഓഫ് പേയ്മെന്റിൽ ആദ്യത്തെ അക്കൗണ്ട് ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ കറണ്ട് അക്കൗണ്ട്. കറണ്ട് അക്കൗണ്ടിൽ ആരൊക്കെയുണ്ട്? ട്രേഡ് ഇൻ ഗുഡ്സ്, ട്രേഡ് ഇൻ സർവീസ്, ട്രാൻസ്ഫർ പേയ്മെന്റ് അല്ലെ? സേവന സാധന വ്യാപാരം, അതേപോലെ തന്നെ മാറ്റക്കെടുതികൾ. ആ സേവന സാധന വ്യാപാരവും ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും നമ്മൾ കാണിക്കുന്ന കറണ്ട് അക്കൗണ്ടിലാണ്. അതേപോലെ തന്നെ നമ്മുടെ ട്രാൻസ്ഫർ പേയ്മെന്റും കാണിക്കുന്നത് കറണ്ട് അക്കൗണ്ടിലാണ്. മക്കളെ കണ്ടോ? കറണ്ട് അക്കൗണ്ടിൽ ഇതൊന്നും നിങ്ങൾ ഓർത്തു വെക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ആകെ 3 കാര്യങ്ങൾ ഓർത്തു വെക്കുക: ട്രേഡ് ഇൻ ഗുഡ്സ്, ട്രേഡ് ഇൻ സർവീസ്, ട്രാൻസ്ഫർ പേയ്മെന്റ്. ഇതൊക്കെ കറണ്ട് അക്കൗണ്ടിന്റെ കമ്പോണൻസ് ആണ്. സോ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ 2 അക്കൗണ്ടുകളാണ് കറണ്ടും ക്യാപിറ്റലും. കറണ്ടിനകത്ത് 3 കാര്യങ്ങളുണ്ട്: ഗുഡ്സ്, സർവീസ്, ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന കാര്യം മക്കൾ എന്ത് ചെയ്യണം? ഓർത്തു വെച്ചിരിക്കണം. അടുത്തത് കറണ്ട് അക്കൗണ്ടിന്റെ ഘടകങ്ങൾ മിസ് മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. കണ്ടോ? സാധനങ്ങളുടെ വ്യാപാരം, സേവനങ്ങളുടെ വ്യാപാരം, മാറ്റക്കെടുതികൾ. കണ്ടോ? അപ്പം മലയാളം മീഡിയം മക്കളുണ്ടെങ്കിൽ ദേ നോക്കുക, നിങ്ങൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ്സിന്റെ സമയത്ത് പോസ്റ്റ് ചെയ്ത് വെച്ച് നോട്ട്ബുക്കിലേക്ക് എഴുതിയോ ചെയ്താൽ മതി. ഓക്കെ, മിസ് ഇവിടെ മലയാളത്തിലും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൊണ്ട് വീണ്ടും മലയാളത്തിൽ വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യമില്ലല്ലോ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാലൻസ് ഓഫ് കറണ്ട് അക്കൗണ്ടിലേക്ക് പോകാം. കറണ്ട് അക്കൗണ്ടിൽ വേറെ കുറച്ച് ആൾക്കാരോടുണ്ട്. ബാലൻസ് ഓഫ് ട്രേഡും ബാലൻസ് ഓഫ് ഇൻവിസിബിൾസും കൂടെ പഠിക്കാനുണ്ട്. എന്താണ് ബാലൻസ് ഓഫ് ട്രേഡും ബാലൻസ് ഓൺ ഇൻവിസിബിൾസും? എന്താണ് ഈ BOT എന്ന് പറയുന്നത്? എപ്പോഴും ബാലൻസ് ഓഫ് പേയ്മെന്റ് പഠിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് BOTനെ പറ്റി പറയും. ഇപ്പൊ BOTനെ പറ്റിയും ഇൻവിസിബിളിനെ പറ്റിയും ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന കറണ്ട് അക്കൗണ്ടിലാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ബാലൻസ് ഓഫ് ട്രേഡ്, വ്യാപാര ശിഷ്ടം എന്ന് മലയാളത്തിൽ പറയും. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ വാല്യൂ ഓഫ് export and value of import of goods of a country in a given period of time. ഒരു നിശ്ചിത കാലയളവിൽ ഒരു രാജ്യത്ത് നടക്കുന്ന എല്ലാ കയറ്റുമതികളും ഇറക്കുമതികളുടെയും വാല്യൂവിന്റെ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വ്യാപാര ശിഷ്ടം അഥവാ ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് വിളിക്കുന്നത്. ഒരു നിശ്ചിത കാലയളവിൽ ഒരു രാജ്യത്തെ ദൃശ്യ ഇറക്കുമതികളുടെ മൂല്യവും ദൃശ്യ കയറ്റുമതികളുടെ മൂല്യവും തമ്മിലുള്ള വ്യത്യാസമാണ് വ്യാപാര ശിഷ്ടം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ദൃശ്യ വിസിബിൾ എന്ന് 2-3 പ്രാവശ്യം പറഞ്ഞത് കൊണ്ട് ബാലൻസ് ഓഫ് ട്രേഡില് only visible items. എന്താണ് മക്കളെ? ബാലൻസ് ഓഫ് ട്രേഡില് only visible items. സോ ബാലൻസ് ഓഫ് പേയ്മെന്റിൽ 2 അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്. കറണ്ട് അക്കൗണ്ടിൽ എന്തൊക്കെയുള്ളതെന്ന് പഠിച്ചു. കറണ്ട് അക്കൗണ്ടിൽ വീണ്ടും നമുക്ക് പഠിക്കാനുള്ളത് ബാലൻസ് ഓഫ് ട്രേഡും ബാലൻസ് ഓൺ ഇൻവിസിബിൾസും ആണ്. ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത് വ്യാപാര ശിഷ്ടം, ഒരു രാജ്യത്ത് നടക്കുന്ന എല്ലാ എക്സ്പോർട്ടും ഇമ്പോർട്ടും. ഇപ്പൊ എക്സ്പോർട്ട് ഒരു 150 കോടി ഉണ്ട്, ഇമ്പോർട്ട് ഒരു 100 കോടിയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? അങ്ങനെ കണ്ടുപിടിക്കാനൊന്നും പഠിക്കാനില്ല, പക്ഷെ മിസ് എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ അതാണ് ബാലൻസ് ഓഫ് ട്രേഡ്. ഒരു രാജ്യത്ത് നടക്കുന്ന ഇമ്പോർട്ടുകളുടെയും എക്സ്പോർട്ടുകളുടെയും ഡിഫറൻസിനെയാണ് പറയുന്നത്. മെയിൻലി വിസിബിൾ ഐറ്റം മാത്രമേ ഉള്ളൂ. സോ ഇവിടെ ഇൻവിസിബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഇല്ല. സോ ഗുഡ്സിന്റെ എക്സ്പോർട്ടും ഇമ്പോർട്ടും മാത്രമേ ഉള്ളൂ ബാലൻസ് ഓഫ് ട്രേഡിൽ. സോ ദൃശ്യ ഇനങ്ങൾ മാത്രമേ ഉള്ളൂ, വിസിബിൾ ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അതാണ് മക്കൾ മനസ്സിലാക്കി വെക്കേണ്ടത്. സോ ബാലൻസ് ഓഫ് ട്രേഡിൽ വന്നിട്ട് എന്ത് ഐറ്റം മാത്രമേ ഉള്ളൂ? വിസിബിളേ ഉള്ളൂ. അല്ലാതെ ബാലൻസ് ഓഫ് പേയ്മെന്റിലെ പോലെ ഇൻവിസിബിൾസും ഇവിടെ പറയുന്നില്ല. ഇൻവിസിബിൾസ് പറയുന്ന അക്കൗണ്ടാണ് ബാലൻസ് ഓൺ ഇൻവിസിബിൾ എന്ന് പറയുന്നത്. അതായത് ഇവിടെ ബാലൻസ് ഓൺ ഇൻവിസിബിൾസിൽ സർവീസിന്റെ കാര്യമാണ് പറയുന്നത്. സർവീസിന്റെ ഇമ്പോർട്ടും സർവീസിന്റെ എക്സ്പോർട്ടും തമ്മിലുള്ള വ്യത്യാസം ക്ലിയർ ആയ? മിസ് ഒന്നും കൂടെ പറഞ്ഞുതരാം. ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത് ദൃശ്യ ഇനങ്ങൾ, വിസിബിൾ ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അതായത് ഗുഡ്സിന്റെ എക്സ്പോർട്ടും ഗുഡ്സിന്റെ ഇമ്പോർട്ടും തമ്മിലുള്ള ഡിഫറൻസ്, അതാണ് ബാലൻസ് ഓഫ് ട്രേഡ്. എങ്കിൽ ബാലൻസ് ഓൺ ഇൻവിസിബിൾസ് എന്താണ്? സർവീസിന്റെ ട്രേഡും സർവീസിന്റെ ഇമ്പോർട്ടും സർവീസിന്റെ എക്സ്പോർട്ടും, ഇതിന് രണ്ടിന്റെ ഡിഫറൻസ് ആണ് ബാലൻസ് ഓൺ ഇൻവിസിബിൾസ്. ആ പേരിൽ തന്നെ ഉണ്ട്, ഇൻവിസിബിളിന്റെ ട്രേഡ് ആണ് ഇവിടെ പറയുന്നത്. പക്ഷെ ബാലൻസ് ഓഫ് ട്രേഡിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാറുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിൽ ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിലുള്ള സെയിം കൺസെപ്റ്റ് ആണ്. നോക്കിക്കേ, ട്രേഡ് സർപ്ലസ്, ട്രേഡ് ബാലൻസ്, ട്രേഡ് ഡെഫിസിറ്റ്. എങ്ങനെയാ സർപ്ലസ് ആവുക? അത് നമുക്കറിയാം. ഒരു
രാജ്യത്തിന് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യുന്ന എക്സ്പോർട്ടാണ്. സോ എക്സ്പോർട്ട് കൂടുന്നതാണ് ഒരു രാജ്യത്തിന് നല്ലത്, ഇമ്പോർട്ട് കുറഞ്ഞിരിക്കുന്നതാണ് ഒരു രാജ്യത്തിന് നല്ലത്. സോ ട്രേഡ് സർപ്ലസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടുകളേക്കാൾ കൂടുതൽ എക്സ്പോർട്ട് ആക്കുമ്പോഴാണ് അത് ട്രേഡ് സർപ്ലസ് ആകുന്നത്. നല്ലതാണ്, ഒരു രാജ്യത്തിന് എക്സ്പോർട്ടുകളാണ് ഇമ്പോർട്ടുകളെക്കാളും കൂടുതൽ, ഓക്കെ, കയറ്റുമതികളാണ് ഇറക്കുമതികളെക്കാളും കൂടുതലെങ്കിൽ അത് ട്രേഡ് സർപ്ലസ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ട്രേഡ് ബാലൻസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടും എക്സ്പോർട്ടും ഈക്വൽ ആകുന്ന സിറ്റുവേഷനിലാണ്. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ 100 കോടി, എക്സ്പോർട്ട് ചെയ്യുമ്പോൾ 100 കോടി, ഈക്വൽ ആകുന്ന സിറ്റുവേഷൻ ട്രേഡ് ബാലൻസ്. കയറ്റുമതികളും ഇറക്കുമതികളും ഈക്വൽ ആകുന്ന, തുല്യമാകുന്ന സിറ്റുവേഷൻ, അവസ്ഥ. ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ട് ആണ് കൂടുതൽ, ഡെഫിസിറ്റ് ആണ്, കമ്മിയാണ് അല്ലെ, വ്യാപാര കമ്മി എന്ന് മലയാളത്തിൽ പറയും. ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇമ്പോർട്ട് ആണ് കൂടുതൽ, എക്സ്പോർട്ട് കുറവാണ്. ഒരു രാജ്യത്ത് സംഭവിച്ച എന്താണ്, ഒരു കമ്മിയാണ്, ഒരു പ്രശ്നമാണ്, ഡെഫിസിറ്റ് ആണ് അല്ലെ. ഓക്കെ, അപ്പൊ ഇത് മൂന്നും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ബാലൻസ് ആൻഡ് ഇൻവിസിബിൾസും ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. മെയിൻ ആയിട്ട് ഇവിടെ വരുന്ന ചോദ്യം എപ്പോഴും ബാലൻസ് ഓഫ് ട്രേഡും ബാലൻസ് ഓഫ് പേയ്മെന്റും തമ്മിലുള്ള വ്യത്യാസം എഴുതാൻ വേണ്ടിയിട്ടായിരിക്കും ചോദിക്കുക. അപ്പൊ മക്കള് വ്യത്യാസം ഞാനൊരു ടേബിളിൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ടേബിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ മലയാളം ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ടുകൂടെ ഒരുമിച്ച് വായിക്കാം. BOT, ബാലൻസ് ഓഫ് ട്രേഡിനെയാണ് BOT എന്ന് ചുരുക്കി എഴുതുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൺലി വിസിബിൾ ഐറ്റം. എന്താണ്, ദൃശ്യമായ ഇനങ്ങൾ മാത്രമാണ് പറയുന്നത്, ദൃശ്യമായ ഇനങ്ങൾ മാത്രമാണ് പറയുന്നത്. ഇറ്റ് എക്സ്ക്ലൂഡ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. BOTയിൽ എന്തില്ല, ക്യാപിറ്റൽ അക്കൗണ്ട് ഇല്ല. അതെവിടെയുള്ളത്, ബാലൻസ് ഓഫ് പേയ്മെന്റിലാണ്. ബാലൻസ് ഓഫ് പേയ്മെന്റ് അല്ലേ കറണ്ട് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും ഉള്ളത്. ബാലൻസ് ഓഫ് ട്രേഡിൽ എന്തില്ല, ക്യാപിറ്റൽ അക്കൗണ്ട് ഇല്ല. കണ്ടോ, മൂലധന അക്കൗണ്ടുകൾ എവിടെ ഉൾപ്പെടുന്നില്ല, ബാലൻസ് ഓഫ് ട്രേഡ് വ്യാപാര ശിഷ്ടത്തിൽ ഉൾപ്പെടുന്നില്ല. നാരോവർ കൺസെപ്റ്റ് ആണ്. എന്താണ്, ഒരു ഇടുങ്ങിയ സങ്കല്പമാണ്. അതായത് വിസിബിൾ ഐറ്റംസ് മാത്രമുള്ള ഒരു ഇടുങ്ങിയ സങ്കല്പമാണ് വ്യാപാര ശിഷ്ടം അഥവാ ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്. മേ ബി സർപ്ലസ്, ഡെഫിസിറ്റ് ഓർ ബാലൻസ്ഡ്. ചിലപ്പോൾ എന്താകാം, മിച്ചമോ കമ്മിയോ തുല്യമോ ആകാം. അത് ഏത് വേണമെങ്കിലും ആകാം, എപ്പോഴും തുല്യമാണോന്നൊന്നുമില്ല. ചിലപ്പം ഡെഫിസിറ്റ് ആയിരിക്കും, ചിലപ്പോൾ സർപ്ലസ് ആയിരിക്കും. അതാണ് ബാലൻസ് ഓഫ് ട്രേഡിന്റെ കാര്യം എന്ന് പറയുന്നത്. ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ കാര്യം ബോത്ത് വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ ഐറ്റം, എന്താണ്, ദൃശ്യവും അദൃശ്യവുമായ ഇനങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ഇനി ഇൻക്ലൂഡ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. നമുക്ക് ഒബ്വിയസ്ലി അറിയാം, മിസ് ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ബാലൻസ് ഓഫ് പേയ്മെന്റിൽ എന്തുണ്ടാ, ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ട്. ഇനി വിശാലമായ സങ്കല്പമാണ്, ബ്രോഡർ കൺസെപ്റ്റ് ആണ്. കാരണം എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, വലിയൊരു ബ്രോഡർ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത്. ഓൾവേസ് ബാലൻസ്ഡ്. കാരണം ഒരു രാജ്യത്തെ മോണിറ്ററി ട്രാൻസാക്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണല്ലോ നമ്മുടെ BOP എന്ന് പറയുന്നത്. BOP എപ്പോഴും ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കണം തന്നെയാണ് പറയുന്നത്. എന്താണ്, ഇത് എല്ലായ്പ്പോഴും തുല്യമായിരിക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ ഒരു കാര്യം കൂടെ നമുക്ക് പഠിക്കാൻ ബാക്കിയാണ്. എന്താണ്, ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ്, അതായത് നമ്മുടെ മണി, സ്റ്റോക്ക്, ബോണ്ട് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ അന്താരാഷ്ട്ര ഇടപാടുകളെയും കാണിക്കുന്ന ഒന്നാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇത് പൈസയുടെ വരവും പോക്കും ഒക്കെ കാണിക്കുന്ന ഒരു അക്കൗണ്ടാണ്. പൈസ ഏത് വഴിക്ക് വരുന്നു, പൈസ ഏത് വഴിക്ക് പോകുന്നു എന്ന് കാണിക്കുന്ന ഒരു അക്കൗണ്ടാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. എന്താണ്, മണി, സ്റ്റോക്ക്, ബോണ്ട്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റ് ഒക്കെ ഇല്ലേ, അതൊക്കെയാണ് മെയിൻലി. ഇതൊക്കെ കാണിക്കുന്ന ഒരു അക്കൗണ്ടാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. കറണ്ട് അക്കൗണ്ടിൽ എന്താണ്, ട്രേഡ് ഇൻ സർവീസ്, ട്രേഡ് ഇൻ ഗുഡ്സ്, അതേപോലെ തന്നെ ട്രാൻസ്ഫർ പേയ്മെന്റ്. ഇവിടെ വരുമ്പോൾ മണി, ബോണ്ട്, സ്റ്റോക്ക് പോലെയുള്ള ക്യാപിറ്റൽ ഫ്ലോയിനാണ് കാണിക്കുന്നത്. എന്താണ്, പഠിച്ചു വെക്കുക, ക്യാപിറ്റൽ ഫ്ലോ എവിടെ നിന്നൊക്കെ പൈസ വരുന്നു, ഔട്ട് ഫ്ലോയും ഇൻഫ്ലോയും കാണിക്കും കേട്ടോ. ഇനി ക്യാപിറ്റൽ അക്കൗണ്ടിൽ നോക്കിക്കുക എന്തൊക്കെയുണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, എക്സ്റ്റേണൽ ബോറോയിങ്സ് ഉണ്ട്, എക്സ്റ്റേണൽ അസിസ്റ്റൻസ് ഉണ്ട്. ഈ 3 ഘടകങ്ങൾ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മാത്രം മതി. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 3, ക്യാപിറ്റൽ ഉള്ളിലും വേറെ കാര്യങ്ങളുണ്ട്. എന്താണ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് മനസ്സിലായല്ലോ. മണി, സ്റ്റോക്ക്, ബോണ്ട് പോലെയുള്ള കാര്യങ്ങൾ, ഈ അസറ്റുകളൊക്കെ റിലേറ്റ് ചെയ്യുന്ന, ഇതൊക്കെ കൊടുക്കുന്ന ഒരു ഇന്റർനാഷണൽ ട്രാൻസാക്ഷന്റെ ഇതൊക്കെ പറയുന്ന ഒരു അക്കൗണ്ടിനെയാണ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇത് മെയിൻലി കാണിക്കുന്ന ക്യാപിറ്റൽ ഫ്ലോയിനെയാണ്. അതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് പറയുന്നുണ്ട്, പല രാജ്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, എക്സ്റ്റേണൽ ബോറോയ് ചെയ്യുന്നുണ്ട് അല്ലെ, കടം വാങ്ങുന്നുണ്ട്, എക്സ്റ്റേണൽ അസിസ്റ്റന്റ്, അതായത് ഗവൺമെന്റ് ഇപ്പം പല രാജ്യങ്ങളിൽ നിന്ന് ഗ്രാന്റുകൾ, ഇങ്ങനെ ലോണുകളും കാര്യങ്ങളൊക്കെ എടുക്കുന്നില്ല, എക്സ്റ്റേണൽ അസിസ്റ്റൻസിന് അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ക്യാപിറ്റൽ അക്കൗണ്ട് ഉള്ളത്. ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ മാത്രം മതി. കറണ്ട് അക്കൗണ്ടിലാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത്. സോ ഇത്രയുമാണ് ബാലൻസ് ഓഫ് പേയ്മെന്റിലെ കമ്പോണൻസ് എന്ന് പറയുന്നത്. മെയിൻലി ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ ഡെഫിനിഷനും അതിനകത്ത് വരുന്ന കാര്യങ്ങളും പഠിച്ചു വെക്കുക. പിന്നെ BOTയും BOPയും തമ്മിലുള്ള ഡിഫറൻസും പഠിച്ചു വെക്കുക. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് ഈ ഒരു ഭാഗത്ത് പറയാനായിട്ട്. ഇതേപോലെ ഈ ചാപ്റ്ററിന് ഒരുപാട് വീഡിയോസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ മക്കൾക്ക് സജഷൻസ് പറയാം. ഇനി നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്റർ ആണ് ഡിഫിക്കൽട്ട് എക്കണോമിക്സിൽ എന്നുണ്ടെങ്കിൽ അതിന്റെ സജഷൻസ് നമ്മുടെ കമന്റ് ബോക്സിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ വീഡിയോസ് ഒക്കെ ഉടനെ ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാ മക്കൾക്കും ഓൾ ദി ബെസ്റ്റ്.